വർഷങ്ങളായി വ്ളാഡിമിർ പുത്തിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നത് ഒരു രാഷ്ട്രമല്ല. എന്തിനോട് പൊറുത്താലും പുത്തിൻ ഒരിക്കലും പൊറുക്കാനാകാത്ത മുറിവുകൾ സമ്മാനിച്ചത് അമേരിക്കൻ നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യമാണ്. പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഒട്ടും മാറ്റമില്ലാതെ പുത്തിന്റെ പക നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് പറയുന്നത് പുത്തിന്റെ അടങ്ങാത്ത നാറ്റോ വിരോധത്തെക്കുറിച്ചാണ്. നാറ്റോയോട്, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനോടുള്ള വ്ളാഡിമിർ പുത്തിന്റെ ശത്രുത രഹസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. സൈനിക സഖ്യത്തോടുള്ള തന്റെ അവജ്ഞതയെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് നിരവധി തവണ തന്റെ ശബ്ദമുയർത്തിയതുമാണ്. റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്കും അതുപോലെ യൂറോപ്പിലെ സ്വാധീനത്തിനും നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് നാറ്റോ സഖ്യത്തെ റഷ്യ നോക്കിക്കാണുന്നത് പോലും. 1949 ഒരു കൂട്ടായ പ്രതിരോധ സംഘടനയായി രൂപീകരിച്ച നാറ്റോ ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തെ ചെറുക്കുന്നതിനായി രൂപം കൊണ്ട അമേരിക്കൻ ബുദ്ധിയാണ്. എന്നിരുന്നാലും ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇത് നിലവിലെ ബന്ധങ്ങളിൽ വലിയ തരത്തിലുള്ള പിരിമുറുക്കമാണ് സൃഷ്ടിച്ചത്. നാറ്റോയോട് വ്ളാഡിമിർ പുത്തിൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നതാണല്ലോ നമ്മുടെ ചോദ്യം. അതിനുള്ള ഉത്തരം നൽകാം. നാറ്റോയോടുള്ള പുത്തിന്റെ കോപം ചരിത്രപരവും ഭൗമരാഷ്ട്രീയവും തന്ത്രപരവുമായ ആശങ്കകളിൽ വേരൂന്നിയതാണ്. അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശത്രുതയ്ക്ക് നിരവധി ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. ഒന്നാമത്തത് ശീതയുദ്ധാനന്തര നാറ്റോയുടെ വികാസം തന്നെയാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ യൂറോപ്പിലേക്ക് നാറ്റോ വ്യാപിപ്പിച്ചതാണ് പിരിമുറുക്കത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ജർമ്മനിയുടെ പുനരേകീകരണ സമയത്ത് സോവിയറ്റ് നേതാവ് മിഖായേൽ ഗോർബച്ചേവിന് നാറ്റോ കിഴക്കോട്ട് വികസിക്കുന്നില്ലെന്ന് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സഖ്യം ക്രമേണ മുൻ വാർസോ ഉടമ്പടി അംഗങ്ങളെയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളെയും ഉൾപ്പെടുത്താൻ തുടങ്ങി. 1999 പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളും തുടർന്ന് 2004 ബാൾട്ടിക് രാജ്യങ്ങളും, അതായത് എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, റൊമാനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ വികാസത്തിൽ ഉൾപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. പുത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാറ്റോയുടെ ഈ വികാസം റഷ്യയുടെ സ്വാധീന മേഖലയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈ വികാസം പാശ്ചാത്യ നേതാക്കൾ നൽകിയ ഉറപ്പുകൾ ലംഘിക്കുന്നതായും വഞ്ചനയാണിതെന്നും പുത്തിൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. റഷ്യയുടെ അതിർത്തികളിലേക്കുള്ള നാറ്റോയുടെ വർദ്ധിച്ചു വരുന്ന സാമീപ്യം ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയായിട്ടാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. കാരണം ഇത് റഷ്യയ്ക്ക് സമീപം സൈനിക വിന്യാസം തീർക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത പുത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ നാറ്റോയുടെ ഇടപെടലിൽ പുട്ടിന് കോപം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഉക്രൈൻ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങൾ സമീപ വർഷങ്ങളിൽ നാറ്റോയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ രാജ്യങ്ങൾ സഖ്യത്തിൽ ചേരുന്നതിന്റെ സാധ്യതയെ മേഖലയിലെ റഷ്യയുടെ രാഷ്ട്രീയ സൈനിക ശക്തിക്ക് നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് പുത്തിൻ നോക്കിക്കാണുന്നത്. ഉക്രൈനും ജോർജിയയ്ക്കും അന്തിമ അംഗത്വം വാഗ്ദാനം ചെയ്ത 2008 നാറ്റോ ഉച്ചകോടി റഷ്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. അതിനുശേഷം നാറ്റോ അംഗത്വത്തിനായുള്ള ഉക്രൈന്റെ ആഗ്രഹം പടിഞ്ഞാറുമായുള്ള റഷ്യയുടെ ബന്ധത്തിൽ ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു വരികയായിരുന്നു. റഷ്യൻ അനുകൂല പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച 2014 ഉക്രൈനിയൻ വിപ്ലവം ഈ പിരിമുറുക്കങ്ങളിൽ ഒരു വഴിത്തിരിവായിരുന്നു. പടിഞ്ഞാറിലേക്കും നാറ്റോയിലേക്കുമുള്ള ഉക്രൈന്റെ നീക്കത്തിന് മറുപടിയായി റഷ്യ ക്രിമിയയെ കൂട്ടിച്ചേർക്കുകയും കിഴക്കൻ ഉക്രൈനിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് ഡോൺബാസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിലേക്കാണ് നയിച്ചത്. ഉക്രൈനിലുള്ള നാറ്റോയുടെ പിന്തുണയെ ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയായി, സോവിയറ്റിനു ശേഷമുള്ള സ്ഥലത്തെ അതിന്റെ സ്വാധീനത്തിനെതിരായ വെല്ലുവിളിയായും റഷ്യ കാണുന്നു. 1999 യൂഗോസ്ലാവിയയിൽ നാറ്റോ നടത്തിയ ബോംബാക്രമണം 1999 കൊസോവോ യുദ്ധകാലത്ത് നാറ്റോയുടെ നടപടികളോടുള്ള പുത്തിന്റെ കടുത്ത നീരസം കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ നടത്തിയ യൂഗോസ്ലോവിയക്കെതിരായ നാറ്റോയുടെ ബോംബാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള സഖ്യത്തിന്റെ അവഗണനയുടെയും റഷ്യൻ താൽപര്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ സൈനിക ശക്തി പ്രയോഗിക്കാനുള്ള പ്രവണതകളുടെയും ഉദാഹരണമായി റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉദ്ധരിക്കുന്നുണ്ട്. 2000 പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഒരു പ്രധാന ആഗോള ശക്തി എന്ന നിലയിൽ റഷ്യയുടെ പദവി പുനഃസ്ഥാപിക്കാൻ പുത്തിൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളും കിഴക്കൻ യൂറോപ്പും ഉൾപ്പെടുന്ന അതിന്റെ സമീപ വിദേശ രാജ്യങ്ങളിൽ റഷ്യയുടെ സ്വാധീനം വീണ്ടെടുക്കുക എന്നതാണ് ഈ ശ്രമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം. പാശ്ചാത്യ സ്വാധീനം ഉൾക്കൊള്ളുന്ന ഒരു സംഘടന എന്ന നിലയിൽ നാറ്റോ റഷ്യയുടെ ഭൗമരാഷ്ട്രീയ അഭിലാഷങ്ങൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
റഷ്യയുടെ അതിർത്തിക്കടുത്തുള്ള നാറ്റോയുടെ സാന്നിധ്യം ഒരു പ്രാദേശിക മേധാവിത്വം എന്ന നിലയിൽ റഷ്യയെക്കുറിച്ചുള്ള പുതിന്റെ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുന്നതായിരുന്നു. പോളണ്ട്, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനികരെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുന്നതുൾപ്പെടെ കിഴക്കൻ യൂറോപ്പിൽ നാറ്റോയുടെ പങ്ക് റഷ്യയുടെ സൈനിക സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി അദ്ദേഹം കാണുന്നു. റഷ്യ നാറ്റോ വൈരാഗ്യത്തിന് ഇന്ധനം നൽകിയ ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനി പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിലായി നടന്ന നിരവധി സംഭവങ്ങൾ റഷ്യയും നാറ്റോയും തമ്മിലുള്ള വൈരാഗ്യം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. യൂഗോസ്ലാവ് യുദ്ധങ്ങളിൽ നാറ്റോയുടെ പങ്ക്, 90കളിൽ ബാൽക്കണിൽ പ്രത്യേകിച്ച് കൊഗോസോവിയിൽ നാറ്റോയുടെ സൈനിക ഇടപെടൽ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമായി റഷ്യ കണ്ടു. ബാൽക്കണിയിലെ സ്ലാവിക് ജനതയുമായി റഷ്യയ്ക്ക് ദീർഘകാല ബന്ധമുണ്ടായിരുന്നു. നാറ്റോയുടെ ഈ ഇടപെടൽ മേഖലയിലെ റഷ്യൻ സ്വാധീനത്തിനേറ്റ അപമാനമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അടുത്തത് അഫ്ഗാനിസ്ഥാനിലെ നാറ്റോയുടെ ഇടപെടലാണ്. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിനു ശേഷം US നയിക്കുന്ന ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ നാറ്റോ നടത്തിയ ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കി. പ്രചാരണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ റഷ്യ നാറ്റോയുമായി സഹകരിച്ചിരുന്നുവെങ്കിലും മധ്യേഷ്യയിൽ സഖ്യത്തിന്റെ വളരുന്ന പങ്കിനെക്കുറിച്ച് അവർ ആശങ്കാകുലരായി. റഷ്യയുടെ സ്വാധീന മേഖലയാണെന്ന് കരുതുന്ന ഒരു മേഖലയാണ് ഇതെന്ന് ഓർക്കണം. അഫ്ഗാനിസ്ഥാനിലെ നാറ്റോയുടെ സൈനിക സാന്നിധ്യവും മേഖലയിലെ രാജ്യങ്ങളുമായുള്ള വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തവും റഷ്യയുടെ ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി നിരീക്ഷിക്കപ്പെട്ടു. 2008 ജോർജിയ സംഘർഷമാണ് അടുത്തത്. ദക്ഷിണ ഒസേഷ്യ, അബ്ഖാസിയ എന്നീ വിഘടിത പ്രദേശങ്ങളെ ചൊല്ലി റഷ്യയും ജോർജിയയും തമ്മിലുള്ള 2008 യുദ്ധം മറ്റൊരു സംഘർഷമായിരുന്നു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ ജോർജിയ നാറ്റോ അംഗത്വത്തിനായി സജീവമായി ശ്രമിച്ചിരുന്ന രാജ്യവുമാണ്. ഇത് മോസ്കോയിൽ നിന്ന് ശക്തമായ എതിർപ്പിനും കാരണമായി. ഈ യുദ്ധം രണ്ട് പ്രദേശങ്ങളെയും സ്വതന്ത്ര രാഷ്ട്രങ്ങളാക്കി റഷ്യ അംഗീകരിക്കുന്നതിലേക്കും നാറ്റോയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിലേക്കും നയിച്ചു. ഇത് റഷ്യയുടെ നടപടികളെ അപലപിക്കുകയും ജോർജിയയുടെ പ്രാദേശിക സമഗ്രതയെ ബഹുമാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2014 ഉക്രൈനിയൻ പ്രതിസന്ധിയാണ് അടുത്തത്. റഷ്യ ക്രിമിയ പിടിച്ചെടുക്കുന്നതിലും കിഴക്കൻ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും കലാശിച്ച 2014 ഉക്രൈനിയൻ പ്രതിസന്ധിയാണ് അടുത്തത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരിക്കണം ഇത്. സൈനിക സഹായവും പരിശീലനവും ഉൾപ്പെടെ ഉക്രൈനുള്ള നാറ്റോയുടെ തുറന്ന പിന്തുണ റഷ്യ ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയായി കണക്കാക്കി. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഉക്രൈനിയൻ സംഘർഷം മാറിയിരിക്കുകയാണ്. ഉക്രൈനിൽ വർദ്ധിച്ചുവരുന്ന നാറ്റോയുടെ പങ്ക് മോസ്കോയുടെ പ്രധാന ആശങ്ക തന്നെയാണ്. നാറ്റോയുടെ പ്രവർത്തനങ്ങളെ അപലപിക്കാൻ പുതിൻ നിരന്തരം ശ്രമിച്ചിട്ടുമുണ്ട്. സഖ്യത്തെ റഷ്യൻ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശത്രുതാപരമായ ശക്തിയായിട്ടാണ് അദ്ദേഹം വീക്ഷിച്ചത്. 2018 ഫെഡറൽ അസംബ്ലിയിൽ നടത്തിയ വാർഷിക പ്രസംഗത്തിൽ റഷ്യയുമായി ഒരു ഏറ്റുമുട്ടൽ സൃഷ്ടിക്കാൻ നാറ്റോ ശ്രമിക്കുന്നതായി പുതിൻ ആരോപിച്ചു. റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിന്റെ പ്രകടനമായി ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള നൂതന ആയുധങ്ങൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് റഷ്യയുടെ സൈനിക സന്നദ്ധതയും അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ പുതിൻ സൈനിക അഭ്യാസങ്ങൾ വർദ്ധിപ്പിക്കുകയും ആയിരക്കണക്കിന് സൈനികരും കനത്ത ആയുധങ്ങളും ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ നാറ്റോയുടെ നടപടികൾക്കുള്ള പ്രതികരണമായി ഈ അഭ്യാസങ്ങൾ പലപ്പോഴും പ്രതിരോധ നടപടികളായി രൂപാന്തരപ്പെട്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലാണ് ഇത് നടന്നത്. പ്രതിരോധം ശക്തിപ്പെടുത്തിക്കൊണ്ട് നാറ്റോ റഷ്യയുടെ ആക്രമണത്തോട് പ്രതികരിച്ചു. 2016 പോളണ്ട്, ബാൾട്ടിക് എന്നീ രാജ്യങ്ങളിൽ നാറ്റോ അതിന്റെ സാന്നിധ്യം അറിയിച്ചു. എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ള റഷ്യൻ ആക്രമണത്തെ തടയാൻ ബഹുരാഷ്ട്ര ബറ്റാലിയനുകളെ വിന്യസിക്കുകയും ചെയ്തു. നാറ്റോ ഉക്രൈന് നൽകുന്ന സൈനിക പിന്തുണയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ, പരിശീലനം, ഇന്റലിജൻസ് പങ്കിടൽ എന്നിവ ഉക്രൈന് നൽകി നാറ്റോ സഖ്യത്തിലേക്ക് കൈപിടിക്കുകയാണെന്ന് പുതിൻ അറിഞ്ഞതോടെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും ആരംഭിക്കുന്നത്. എന്നിരുന്നാലും റഷ്യയുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നതിൽ നാറ്റോ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. സംഘർഷം രൂക്ഷമാകുന്നതിന് പകരം പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നാറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ വലിയ പിന്തുണയില്ലാതെ നാറ്റോയെ തകർക്കുക എന്നത് പുതിന്റെ സൈന്യത്തെ സംബന്ധിച്ച് ഒരു പൂവ് പറക്കുന്നത് പോലെ എളുപ്പമാണ്. നാറ്റോ സഖ്യത്തിന്റെ വളർച്ച അമേരിക്കയുടെ അപ്രമാദിത്വമായി തന്നെയാണ് പണ്ടത്തെ സോവിയറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് റഷ്യയ്ക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അതിൽ പുതിനെ പറഞ്ഞിട്ട് കാര്യവുമില്ല. റഷ്യയുടെ വളർച്ചയെ വളരെ സംശയത്തോടെയും അതുപോലെ അസൂയയോടും നോക്കിക്കാണുന്ന നാറ്റോയെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതായിരിക്കും അവരുടെ ശരി. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കുറിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.